നമസ്കാരം. എഗെയിൻ ഫസ്മിന സക്കീറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ 321 എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ എന്തോന്നടേ ഇത്? കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എല്ലാം കൂടെ വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ മറ്റേ രണ്ട് കൂട്ട് വൈറ്റ് സിമെന്റ് ഇട്ട് ഫസ്മിനെ പുട്ടി അടിച്ച പോലെയാണ് എല്ലാവരും കൂടെ പറഞ്ഞ് ഞാനങ്ങ് വെളുപ്പിച്ച് വെച്ചു എന്നുള്ള രീതിയിൽ. ഞാനതിനകത്ത് കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഉടനെ കുറേ എണ്ണം കൂടെ വന്നിട്ട് പറയാൻ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഫസ്മിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണോ ഞാൻ ആ വീഡിയോക്കകത്ത് സംസാരിച്ചേ? അറിയാൻ മേലത്തെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ പ്രസന്റ് ചെയ്ത രീതിയിൽ നിങ്ങൾ ഇന്നലകളിൽ എൻ്റെ വീഡിയോസ് കണ്ടതിൽ പ്രതീക്ഷിച്ച ഒരു സാധനം ഉണ്ടായിരിക്കും, റിയാക്ഷൻ ഈ രീതിയിലായിരിക്കും വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറെ എണ്ണങ്ങളെന്ന് പറയുന്നത് പേടിച്ചിട്ട് അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തിനാണോ ഞാൻ പേടിക്കണത്? അങ്ങനെ പേടിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഫസ്മിനെ അതൊരിക്കലും പറയൂല. അത് നന്നായിട്ട് ഫസ്മിനൊക്കെ അറിയുന്ന ഒരു. പിന്നെ കുറെ കണ്ണന്തിരിവെല്ലാം കൂടെ കമന്റ് ബോക്സിൽ കുറെ എണ്ണം പടച്ചുവിട്ടിരിക്കുന്നത് എന്നാണെങ്കിലും ഫസ്മിന റീസെന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന പ്രഗ്നൻസി റിലേറ്റഡ് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ 1 മണിക്കൂർ സംതിങ്ങോളം ഉള്ളതാണ്. ഞാൻ കുറച്ച് സമയങ്ങൾക്ക് മുന്നെയാണ് വിശദമായിട്ട് ആ ഒരു വീഡിയോ കാണാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. എടീ, ആ വീഡിയോക്കകത്ത് ഫസ്മിന ആ ഡയറിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഫസ്മിന ഈ ഒരു വീഡിയോ ഇടുന്നത്? ഫസ്മിന മണി മേക്കിങ്ങിനുള്ള ബാക്കി പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഓക്കെ ഫൈൻ. അവൻ കുറെ വലിപ്പിച്ചു അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഓക്കെ ഫൈൻ. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ട് ഇത്രയും നാളായിട്ട് അത് പറയാതെ ഫസ്മിനയുടെ കയ്യിൽ എക്യുപ്മെന്റ്സ് ഇല്ല, സമയമില്ല, അതില്ല, ഇതില്ല, മാങ്ങ തേങ്ങ ചക്ക, ഈ എല്ലാ തിങ്സും ഇതൊന്നും പറഞ്ഞിട്ട് ഇത് വെറും ന്യായീകരണം മാത്രമാണ്. ഇങ്ങനെ ഫസ്മിന ചെയ്യുമ്പോൾ ഇന്നലകളിൽ ഫസ്മിനെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ ലല്ലൂമ്പി ഫസ്മിന ഈ ഒരു വിഷയത്തിൽ ഫസ്മിനയുടെ ഭാഗത്താണ് കൂടുതൽ ശരികൾ എന്ന് തോന്നിയിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം ഞാൻ ഉൾപ്പെടുന്ന പല ആളുകളും ഫസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആളുകളെയും ഓഡിയൻസിനെയൊക്കെ ഒരുമാതിരി പൊട്ടന്മാരാകുന്ന ഒരു പരിപാടിയാണ് ഫസ്മിന ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തൊരു ഇന്റർവ്യൂ ആകുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനകത്ത് ഫസ്മിനയുടെ ക്ലാരിറ്റി ചിലപ്പോൾ ക്ലിയർ ആയിരിക്കാം, ക്ലിയർ അല്ലാതിരിക്കാം, എന്തുമായിക്കോട്ടെ. ഇത്രയും വൈകിപ്പിക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന എല്ലാവരും ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ് ലിറ്ററലി ഫസ്മിന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനും പറയുന്നത് കേട്ട് ഫസ്മിനയ്ക്ക് വിഷമം തോന്നിയാലും കുഴപ്പമില്ല. ഓക്കെ, കാര്യം ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, ഫസ്മിന ഇത് എത്രത്തോളം വഹിക്കുന്നു അത്രത്തോളം ഫസ്മിനയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയാണ്. കൂട്ടത്തിൽ ഫസ്മിനെ ഇന്നലകളിൽ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നാണ്ട് നമ്മുടെ നെഞ്ചത്തോട്ട് കുറെ എണ്ണെങ്കിലും കുതിരയേരാൻ വരികയാണ്. എന്തോ ഇത് എന്നാണെങ്കിൽ ഫസ്മിന ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരുമാതിരി ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നത്. അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ആദ്യം തന്നെ ലൈഫ് ഓഫ് അനന്ത ചാനലിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വീഡിയോക്കകത്ത് ചെറിയൊരു പോർഷൻ നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം അബൌട്ട് ലല്ലൂമ്പിനെ കുറിച്ചുള്ള വെക്കുന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്മിനെ എനിക്ക് മെസ്സേജ് അയച്ച കാര്യം. ആ വീഡിയോ അടിയിൽ വന്നിട്ട് ഇവിടെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചില്ല, എഗെയിൻ ഞാൻ കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉളുപ്പില്ലാത്തവൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടക്കത്തിലുള്ള സ്ക്രീൻഷോട്ട് ഞാൻ നോക്കാം. ഇതാണ് അവൻ സ്ക്രീൻഷോട്ട്. ഹലോ, ലല്ലുമായിട്ടുള്ള ഇയാളുടെ ചാറ്റ് കോൾസ് കേൾക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാണാവോ? ഫസ്മിന അതാണ് പേര് പറഞ്ഞു. ബ്ലോക്ക് ആക്കിയില്ലേ കോൾ അവൻ? സാരയില്ല, ഒരു മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന 2 ഇമോജിയും കൂടെ. ഇത് സംഭവം മനസ്സിലായ? ലല്ലുവിന്റെ ഫോണിൽ എന്റെ ഫോൺ നമ്പർ കണ്ടിട്ട് അവന്റെ കാമുകയാണ് ഞാൻ, അല്ലെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ സെറ്റപ്പാണ് ഞാനെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചത് മെസ്സേജ്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ വോയിസ് അയച്ചപ്പോൾ അയ്യോ അനന്തു ആയിരുന്നു, വാവ് ഇയാളുടെ നെയിം അവന്റെ ഗേളിന്റെ നെയിം സേവ് ആക്കി, ഐ ഡോണ്ട് നോ ഇറ്റ് വാസ് യു ബ്രോ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ലല്ലുവിന്റെ മെസ്സേജ് വരുന്നു. എന്റെ അടുത്ത് നിൽക്കുന്ന ടൈമിൽ വേറെ അടുത്താണ്, ഓടത്തും വേറെ അടുത്താണ്. ലാസ്റ്റ് ഞാന് വാട്സപ്പില് ആരോ ചാറ്റ് നോക്കുന്ന ടൈമില് അവിടുത്തെ എന്റെ വാട്സപ്പിലുള്ള ഏതൊക്കെ നമ്പർ ഒക്കെ ബാക്കിൽ നിന്ന് ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അതിന്റെ അയച്ചു കൊടുത്തിരുന്നു ഓൾക്ക്. അതിന്റെ എളിമാക്കും അതേമാതിരി എന്റെ വേറെ ഏതൊരു ഫ്രണ്ടിനും ഓർക്കൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പൊ ഓരൊക്കെ ഒന്ന് എന്നോട് വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിക്കണോ, എന്തെങ്കിലും ഇതാക്കിക്കണോ. അപ്പൊ ഇതാണ് സംഭവിച്ചത്. സഫ യവന്റെ ഫോണിൽ നിന്ന് കണ്ട് യവന്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാത്ത നമ്പർ ഫോട്ടോ എടുത്ത് യവ കഴിച്ചു കൊടുത്തു. എവിടെ കുത്തി ഇരുന്ന് മെസ്സേജ് അയക്കുക ലല്ലുവിന്റെ പുതിയ സെറ്റപ്പിനെ കണ്ടുപിടിക്കാൻ. എന്നിട്ട് മെസ്സേജ് അയക്കുന്നത് എങ്ങനെ? ഇയാളും അവളും തമ്മിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സഫയായിട്ട് ഇനി സഫനെ പറ്റിയുള്ള കാര്യങ്ങൾ സഫ വന്ന് പറയും, ഞാനായിട്ട് പറയുന്നില്ല എന്ന് ഫസ്മിനെ ലൈവ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വീഡിയോ റിയാക്ട് പറഞ്ഞിരുന്നു. ഇത് മുമ്പത്തെ മിസ്രിയുടെ കേസ് പോലെ തന്നെ ചിലപ്പോൾ ഈ സഫയായിട്ട് ഇതുപോലെ കമ്പനി ആയിട്ടുണ്ടാവാം. കാരണം ലല്ലൂമ്പി സഫേനെ ഇതുപോലെ മൂജിക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ കമ്പനി ആയിട്ടുള്ളതാവാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഇവർ കമ്പനി ആയിട്ടുള്ളതായിരിക്കും, ഇത്തരത്തിൽ കൊടുത്തു, സ്ക്രീൻഷോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു കോൺടാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഫസ്മിന ഈ ഒരു അവസരത്തിൽ ഇതുപോലെ ഈ കാര്യങ്ങൾ തിരഞ്ഞ് വീണ്ടും ഈ ലല്ലൂമ്പയുടെ ഈ കുൽസിതം അത് ഇത് കാര്യങ്ങൾ അവിഹിതം ഈ കാര്യങ്ങൾ പോകാനെ കൊണ്ട് ഓൾറെഡി ഫസ്മിനെ എക്സ്പോസ് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ ലല്ലൂമ്പയുടെ കാര്യത്തിന് പോകേണ്ട എന്ത് കാര്യമാണ് ഫസ്മിന ഉള്ളത്? ഇപ്പൊ ഫസ്മിന ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനടുത്ത് കിടന്ന് ഉരുള എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ലിറ്ററലി ഫസ്മിന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറിനെ പറ്റിയിട്ട് പറയാനെ കൊണ്ട് ഉത്തരം മുട്ടുമ്പോൾ നേരെ ഇനി ലല്ലൂമ്പയുടെ കാര്യം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോ നേരെ ലൈഫ് ഓഫ് അനന്തുമായിട്ടുള്ള ബ്രോ ആയിട്ടുള്ള
അടുത്തൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റൊരു സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. നേരെ ലൈഫ് ഓഫ് അനന്തു ബ്രോന്റെ ചാനലിൽ ഒരു വീഡിയോ വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് റിപ്ലൈസ് വരുന്നു. എന്നാൽ ലല്ലൂമ്പി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ വരാനെ കൊണ്ട് ഇത്രയും താമസം, ഫോണില്ല, കയ്യിൽ എക്യുപ്മെന്റ്സ് ഇല്ല, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്താണ് ഫസ്മിന ഉദ്ദേശിക്കുന്നത്? ഇതാണ് പറഞ്ഞത്, വീടിനടുത്ത് കിടന്ന് ഉരുള, ഈ ഒരു പരിപാടിയാണ് ഫസ്മിന ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫസ്മിനയ്ക്ക് വിഷമം തോന്നിയാലും കുഴപ്പമില്ല, ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഫസ്മിന ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങളോട് കേൾക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ വീട്ടിലല്ല, എന്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ട് തന്നെ സൗണ്ട് കുറവായിട്ടായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് സംസാരിക്കുന്നത്. ഇനി ഇത്രയും ദിവസം 2 ദിവസം എന്താ വീഡിയോ ഇടാന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് ഏത് നേരം വീഡിയോയുടെ പിന്നിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. പേഴ്സണലി നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇപ്പൊ അത് പല രീതിയിൽ വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ടു ബി ഓണസ്റ്റ് അറ്റ് എ പോയിന്റ് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് കുച്ച് ബി ഹോ മുझे कुछ नहीं फर्क पड़ता. അതാണ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ലൈഫിൽ പേഴ്സണലി കുറേ കാര്യങ്ങളുണ്ട്. ശരിയാണ്, ഫസ്മിന എല്ലാവരുടെയും ലൈഫിൽ പേഴ്സണലി കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ലല്ലൂമ്പിയുടെ വീഡിയോസ് ഈ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്തും ഇപ്പോഴൊന്നും ഈ പറയുന്ന ലൈഫിൽ ഈ പറയുന്ന പേഴ്സണൽ കാര്യങ്ങളോ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ലൈഫ് ഓഫ് അനന്തു പുള്ളിയുടെ വീഡിയോ വരുമ്പോഴത്തേക്കിന് നേരെ സ്റ്റോറി ഇടാനെ കൊണ്ട് ലൈഫിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് പറയാൻ വേണ്ടി മാത്രം ഫോണ് എക്യുപ്മെന്റ്സ് ഇല്ലാത്തതിന്റെ പേരിലൂടെ സ്വന്തം ലൈഫിനെ പറ്റിയിട്ടാണ് ഫസ്മിന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റൊരു ഫോണിന്റെ ആവശ്യകത, ഓഫ്കോഴ്സ് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഫസ്മിനയുടെ ഈ ഒരു നിലവിലെ കാര്യം പറയാനെ കൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഫസ്മിന കമന്റ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഡയറിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഡയറിയുടെ കാര്യമല്ല ഈ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ ഇന്റർവ്യൂ ഓർഡറിലാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ഡയറി 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 എന്ന് ദസ്വി ചൊല്ലുന്ന പോലെ ഡയറിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഡയറി വോണ്ട് കം ഇൻ ദാറ്റ് വീഡിയോ. ഞാൻ പറയുന്നുണ്ടല്ലോ. എന്താ ഫസ്മിന പറഞ്ഞത്? ഡയറി വരും എന്ന് പറയുന്നതാണ്, ഡയറിനെ പറ്റിയുള്ള വീഡിയോ വരും അല്ലേ? ഇതെന്തോന്ന് ഇത് ഫസ്മിന? ഇപ്പം ലല്ലൂമ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഒരു സാധനം വന്നപ്പോൾ അത് ക്രോസ് ചെയ്യാനെ കൊണ്ട് ഫസ്മിനയ്ക്ക് പറ്റണില്ലേ? ഡയറിനെ പറ്റിയിട്ട് വരും എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പൊട്ടന്മാരാക്കുക. അറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. ഇത് എത്ര നാളായിട്ട് ആളുകൾ ചോദിക്കുക, ഇത് ഇത്രയും താമസം എടുക്കാനെ കൊണ്ട് എന്താണ്? ബാക്കി ലല്ലൂമ്പി ആണെങ്കിലും സഫ ആണെങ്കിലും മെഹനാസ് ആണെങ്കിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പം സഫ ഓരോ സാധനം പറഞ്ഞപ്പം അടിക്ക് ഇതുപോലെ സ്റ്റോറീസിനകത്തോടെ ആണെങ്കിലും വീഡിയോസിനകത്തോടെ ആണെങ്കിലും സഫയ്ക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫസ്മിന. വിത്ത് എവിഡൻസ് പ്രൂഫ് സഹിതമൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫസ്മിന. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ചെയ്യാനെ കൊണ്ട് ഇത്രയും താമസം? ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഫസ്മിന ആളുടെ കൂടെ പോയി, ഫസ്മിന ലല്ലു ഉള്ളപ്പോ വേറെ ആളുടെ കൂടെ പോയാൽ ഫസ്മിന കഞ്ചാവാണ്, ഫസ്മിന കല്ലാണ്, ഫസ്മിന സ്കോറാണ്, ഫസ്മിന മറ്റതാണ്. ഡ്യൂഡ്, കേരളത്തിൽ ഗോൾഡിന്റെ വിലയേക്കാളും കൂടുതലാണ് ഇപ്പൊ ഫസ്മിനയുടെ ഡയറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് കുൽസിതപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രാജഡി അത്രയും കുൽസിതപരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് കേരള സമൂഹം. ഇതില് ഈ കുൽസിതം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റുകൾ വരുന്ന വീഡിയോസിനൊക്കെ പൊതുവെ വ്യൂവർഷിപ്പ് കുറച്ച് കൂടുതലായിട്ട് വരാറുണ്ട്, ശരിയാണ്. പക്ഷേ ഫസ്മിനയുടെ കേസിനകത്ത് എന്തുകൊണ്ട് കൂടുതൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും പ്രോപ്പർ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുന്ന ഫസ്മിന, ഇതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു പല വീഡിയോസിലും നമ്മളാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത്, ഓക്കെ ഫസ്മിനയുടെ ഭാഗത്തും ശരികളുണ്ട് എന്നുള്ള നിലയിൽ നമുക്ക് തോന്നി പല വീഡിയോസിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരുമ്പം എന്തുകൊണ്ട് ഫസ്മിന ഇതിനകത്ത് ഫസ്മിനയ്ക്ക് എവിഡൻസോ കാര്യങ്ങളോ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നുമില്ല അല്ലേ? എന്നിട്ട് ഫസ്മിന ഇപ്പൊ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം ഉണ്ടായ ജനറേഷനിൽ. അപ്പൊ ഇവിടെ ആരും മറ്റേ മാന്യത കളിക്കുന്നുണ്ട്. അയ്യോ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒന്നും ഞങ്ങൾ കാണാറില്ല, ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ കാണാറില്ല, നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റഫ് മാത്രം യൂട്യൂബിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ ഫക്ക് ദാറ്റ് ഷിറ്റ്. നോബഡി ഡസ് ദാറ്റ്. എല്ലാവരും കുൽസിതം തന്നെ കാണുന്നത്. എല്ലാവരും കുൽസിതങ്ങളും കാണുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. അല്ലാതെ എല്ലാവരും കുൽസിതമാണ് കാണുന്നത് എന്ന് അങ്ങനെ പറയരുത് ഫസ്മിന. കുൽസിതങ്ങളും കാണുന്നുണ്ടാവാം. പിന്നെ ഫസ്മിനയുടെ കേസിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും ഇത്രയും നാൾ ലല്ലൂമ്പയുടെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഫസ്മിനയ്ക്കെതിരെ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ഇതിന്റെ ചാറ്റ് സഹിതം വരുന്നു, അത് ഫാബ്രിക്കേറ്റ് ചെയ്താണെന്നുള്ളത് ഫസ്മിന പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു മറുപടിയൊക്കെ കൊടുക്കാനെ കൊണ്ട് എന്തുകൊണ്ട് ഫസ്മിനയ്ക്ക് പറ്റണില്ല? ഡയറിയില്ല ജെ ആര്, എന്താണ് ആ ജെ? ഡയറിയിൽ ഈ പറയുന്ന കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്? ഇതിന്റെ ക്ലാരിറ്റി എന്താണ്? ഫസ്മിനയുടെ സ്വന്തം ഡയറിയിൽ ഫസ്മിന സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്ന സാധനമല്ലേ ഇത്? സ്വന്തം ഇത്ര ത്രൂ പുറത്തോട്ട് വന്നേക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പോൾ ആ സ്വന്തം ഡയറിയിൽ എഴുതി വെച്ചേക്കുന്ന കാര്യം എന്താണെന്ന് ഫസ്മിനയ്ക്ക് അറിയില്ലേ? ഇത് പറയാനെ കൊണ്ട് ഫസ്മിനയ്ക്ക് ഒരു സ്റ്റോറി ആയിട്ടും ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ എവിടെ വേണമെങ്കിലും ഫസ്മിനയ്ക്ക് ഒരു ലൈവിലാണെങ്കിലും വന്ന് ഷെയർ ചെയ്യാം. അത് പറയാൻ താമസം ഉണ്ടാകുമ്പോൾ അത് വരും എന്ന് പറയുമ്പോൾ സ്വന്തം ലൈഫിൽ അത്രയും മോശപ്പെടുന്ന രീതിയിലുള്ള വന്നേക്കുന്ന ഒരു സാധനമല്ലേ? ആരും മിണ്ടാണ്ടിരിക്കുക. പിന്നെ വേറെ ചില എച്ചിപ്പട്ടി നായക്കാട്ടം യൂട്യൂബേഴ്സ് ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദം റീച്ച് എനിമോർ. സോ ഇങ്ങനെയുള്ള വൃത്തിയായിട്ട ആൾക്കാർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ എന്നെ തന്നെ വെച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ ചെയ്യുന്നതല്ല, നമ്മൾ വെറുതെ ഇരുന്ന് ഇത് പറയുന്നതാണ്, നമ്മളിത് ചെയ്യുന്നതാണ്, ഇവളിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇതാക്കുന്നതാണ്. എന്റെ ഒരു വീഡിയോയ്ക്ക് 4 റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണ് ബ്രോ? എന്റെ ഒരു വീഡിയോയ്ക്ക് 1 റിയാക്ഷൻ ആണെങ്കിൽ ഓക്കെ, കണ്ടന്റ് എനിക്ക് മനസ്സിലാവും. പക്ഷെ 4 എണ്ണമൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് റീച്ചിനാന്ന് നമുക്കും തോന്നൂലേ? ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ അതിൽ നിന്ന് പൈസ തന്നെയാണല്ലോ വാങ്ങുന്നത്, അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും അല്ലല്ലോ വാങ്ങുന്നത്, അല്ലല്ലോ? ഈ 3, 4, 5, 6, 10 വീഡിയോസ് ചിലപ്പോൾ വന്നെന്നിരിക്കും.
ഈ 10 അല്ലെങ്കിൽ ഒരു 20 വീഡിയോസ് ചെയ്ത് അതിനെല്ലാം വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരത് ചെയ്യുള്ളൂ. ആ വ്യൂവർഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് തിരിഞ്ഞു പോലും നോക്കൂല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഈ 10-20 വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഫസ്മിനയുടെ ഭാഗത്ത് നിന്ന് ആ ക്ലാരിറ്റി വരാത്തപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയാനെ കൊണ്ട് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ലേ? അത് കാണാൻ ആൾക്കാർ അപ്പൊ അതൊരു 10-20 ചിലപ്പോൾ ഒരു 100 വീഡിയോ ചെയ്തെന്ന് വരും. അതിൽ ഫസ്മിനെ ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എല്ലാവരും വ്യൂവർഷിപ്പിന് തന്നെയാണ് ഫസ്മിനെ വീഡിയോ ചെയ്യുന്നത്. ഞാനാണെങ്കിലും ഫസ്മിനാണെങ്കിലും ഈ പറയുന്ന എല്ലാ ആൾക്കാരും വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വർത്താനം പറയരുത് ഫസ്മിന. ഓക്കെ, സോ ഈ പറയുന്ന യൂട്യൂബേഴ്സ് പിന്നെ വേറൊരു കുടുംബശ്രീ ഉണ്ട്. അപ്പുറത്ത് അസുറ താത്ത ആളുടെ കൂടെ പോയി, ഇപ്പുറത്ത് മജീദ് അവരുടെ കൂടെ പോയോ, ഈ മതിലിന്റെ അപ്പുറം എന്താണ് നടക്കുന്നത് എന്ന് ഉറ്റുനോക്കുന്ന ഒരു കുടുംബശ്രീ ചാനൽ. ഇത്രയും കുടുംബശ്രീ ആയിട്ടുള്ള വേറൊരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ക്യാരക്ടർലെസ് യൂട്യൂബ് ചാനൽ. ഞാൻ എന്റെ ഭർത്താവിന്റെ കുറിച്ച് തന്നെങ്കിലും ഇടാം, പറയുന്നത് ഇടാം. ഓക്കെ, ഞാൻ അല്ലാണ്ട് വേറെ എല്ലാവരുടെയും കുറിച്ച് എടുത്തിരുന്നില്ല. പക്ഷെ ഇത് കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആൻഡ് ബയോയില് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തേക്കുന്നത് എന്താവും? പാസിംഗ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോൺട്രവേഴ്സീസിനുള്ള ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത്. വാട്ട് ക്ലാരിഫിക്കേഷൻ? ഇന്ന ആളുടെ കൂടെ പോയതാണോ, അതാണ് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫ്ലുവൻസിങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നമ്മളൊന്നും കണ്ടന്റ് ആക്കുന്നതല്ല. അയ്യോ, നമ്മളൊക്കെ വെറും സീരിയസ്ലി. ഫസ്മിൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വ്യൂവർഷിപ്പിനും ഇത്തരത്തിലുള്ള റവന്യൂവിനും വേണ്ടിയിട്ട് പലരും പല രീതിയിലുള്ള കോണ്ടന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യും. ആൾക്കാർ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുൽസിതം അത് ഇട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഫസ്മിന ഇതാരും ഫസ്മിനയുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പുറത്തോട്ട് ഇട്ടേക്കുന്ന സാധനമല്ല. ഫസ്മിനയുടെ ലൈഫിൽ നടന്നേക്കുന്ന ഈ പറയുന്ന കുൽസിതം ഈ റിലേറ്റഡ് എല്ലാ സാധനങ്ങളും ഫസ്മിനായിട്ട് പബ്ലിക്കിൽ കൊണ്ടിട്ടപ്പോൾ പബ്ലിക്കായിട്ട് ആൾക്കാരെ ഒന്ന് റിയാക്ട് ചെയ്യുന്നു. അന്നേരം അതിനകത്ത് ഫസ്മിനെ സപ്പോർട്ട് ചെയ്തും നെഗറ്റീവ് പറഞ്ഞ് രണ്ട് രീതിയിലും കാര്യങ്ങൾ വരും. അപ്പം സപ്പോർട്ട് ചെയ്ത് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത് കാര്യം പറയരുത്. നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ അവരെല്ലാം അങ്ങനെ ഇങ്ങനെ എന്നുള്ള സാധനം പറയുമ്പോഴത്തേക്കിന് അങ്ങനത്തുള്ള പല ഇതിപ്പം മെൻഷൻ ചെയ്തേക്കുന്ന ആരാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അങ്ങനെ പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് പറയാൻ കിട്ടിയത് എവിടുന്നാണ്? ഫസ്മിനായിട്ട് ഓരോന്ന് കൊണ്ടിട്ടത് കൊണ്ടല്ലേ, അല്ലാതെ ആരും മഷി ഇട്ടിട്ട് കണ്ടുപിടിച്ച സാധനമല്ലല്ലോ. ഫസ്റ്റ് പറഞ്ഞ ഈ എച്ചിപ്പട്ടി, ഈ വാണാല് ഞാനൊരു സ്റ്റോറി ഇട്ടവരെ എന്നെ അത്രയും അഡിക്ഷൻ ആണ്. എന്താ കുട്ടാ, നിനക്ക് എന്നോട് അത്രയും ആരാധന മൂത്തിരിക്കുവാണ്. ആരാധന മൂത്തിട്ട് നിനക്ക് എന്റെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, എന്റെ വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടാ 5 പാർട്സായിട്ട് കട്ട് ചെയ്തിടുന്നവനാണ് എന്നോട് പറയുന്നത്, നീ ലല്ലുവിന് വിറ്റ് എത്ര വീഡിയോ ഇട്ടതീന്ന്. തൊപ്പി വെച്ച വാണം എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കുന്നത് എന്റെ എക്സ് ആണ്. മൈ എക്സ് ഇസ് എ വെരി ഗുഡ് പേഴ്സൺ. ഞാൻ എക്സിനെ പറയുന്നതല്ല. തൊപ്പി വെച്ച വേറൊരു വാണം. ഓക്കെ, ആ വാണത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ആ വാണം വീഡിയോ കാണുമെന്ന് അറിയാം. സോ ആ വാണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാനിപ്പോ മുടിയൊക്കെ അലമ്പായതുകൊണ്ട് തൊപ്പി കൊണ്ട് ഉച്ചക്കാണ് ഒടുക്കത്തെ ചൂട് എടുക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ വെച്ചേക്കണെയാണ്. പിന്നെ അത് ഫസ്മിനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമില്ലേ, ഈ തൊപ്പി വെച്ചെന്ന് പറഞ്ഞ ലൈഫ് ഓഫ് അനന്തബ്രോനെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അനന്തബ്രോ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അനന്തബ്രോ പിന്നെ പറയുന്നുണ്ട് പണ്ട് വീഡിയോസ് ഡെയിലി വരുമായിരുന്നു, ഇപ്പൊ അതാവുന്നില്ല, ഇതാവുന്നില്ല, അവള് റീസൺ ഉണ്ടാക്കണം, അവൾക്ക് ഫോൺ ഇല്ലാണ്ട്. ഞാൻ എന്റെ വീഡിയോസ് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് മാന്യമായിട്ട് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ ഈ ഫോണിൽ വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത്. എനിക്ക് അതിന് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് എനിക്ക് വഹി ഇറങ്ങത്തൊന്നുമില്ല. എനിക്ക് ആലോചിച്ച് ചിന്തിച്ച് പറയാനുള്ള വഹി എനിക്ക് ഇറങ്ങത്തില്ല. ബിക്കോസ് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പോയിന്റ് ഞാൻ ഇപ്പോഴും എഴുതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്തിനെ പറ്റി പറയുമ്പോൾ എന്ത് കാര്യമാണ് എവിഡൻസ് വെക്കേണ്ടതെന്ന് വരെ എഴുതി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് എല്ലാ വീഡിയോസും ചെയ്തത്. ആദ്യം തൊട്ട് ഇപ്പൊ വരെ എല്ലാ വീഡിയോസും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അറിയാൻ മേലാത്തൊരു കാര്യം ചോദിക്കട്ടെ ഫസ്മിന, അതേതായിട്ടുള്ള രീതിയിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ബാക്കി വിഷയങ്ങൾ പബ്ലിക്കിൽ വരുന്നതാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനെ കൊണ്ട് ഈ ഒരു ഫോൺ ആവശ്യമാണ്, സെക്കൻഡറി ഫോൺ ആവശ്യമാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം, എന്തെങ്കിലും ഉള്ള സാധനങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ വെക്കും. അത് ബാക്കിയുള്ള കണ്ടൻസ് ഇപ്പോൾ സ്വന്തം ലൈഫിലെ പ്രശ്നങ്ങൾ അത് തുറന്ന് സംസാരിക്കാനെ കൊണ്ട് സ്വന്തമായിട്ട് എഴുതി വെക്കണം എന്നൊരു കാര്യം പറയുമ്പോൾ എന്താണ് ഓർഡറിനനുസരിച്ച് വെക്കണം എന്നുള്ളതാണോ ഫസ്മിന? അതാണോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്മിനെ പറ്റിയിട്ട് ഈ പറഞ്ഞതിൽ ഏറ്റവും ഭീകരമായിട്ട് വന്നേക്കുന്ന ഒരു സാധനമല്ലേ ഈ പറയുന്ന ഡയറിക്കകത്തിൽ ഈ സാധനങ്ങൾ. പിന്നെ ഈ പ്രഗ്നൻസി ചെയ്ത കാര്യം പറയും, ഇതൊക്കെ ആദ്യമേ പറയേണ്ടുന്ന കാര്യങ്ങളല്ല. ഇത് എഴുതി വെച്ച് ഈ 1 by ഓർഡറായിട്ട് ഇതാക്കാനെ കൊണ്ട് ഫസ്മിന ഇതെന്തോന്ന് ഇത്രയും ഇമ്മച്ചുവർഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഫസ്മിന ഇത് ഇമ്മച്യൂരിറ്റി എന്നുള്ളതല്ലേ ഫസ്മിന? ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഫൂൾ ചെയ്യാണ് ഇപ്പൊ ഈ പറയുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും. ഈ വീഡിയോയിൽ ഡയറിയുടെ ഭാഗം ആരെയും പ്രതീക്ഷിക്കുന്നുണ്ട്, കുറെ പേര് പ്രതീക്ഷിക്കുന്നുണ്ട് അറിയാം. യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ ബിക്കോസ് ദിസ് ഇസ് അബൌട്ട് പ്രഗ്നൻസി. ഇത് എന്നെ ബാധിച്ച ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രഗ്നൻസി ഇതാണ് പറഞ്ഞത്, ലിറ്ററലി എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്മിന. ആൻഡ് ഐ ഹാവ് നെവർ ഷെയർ ദിസ് ഓൺ മൈ യൂട്യൂബ് ബിക്കോസ് അവന്റെ ഫാമിലി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. അവന്റെ ഉമ്മ അടക്കനോട് പറഞ്ഞായിരുന്നു പ്രഗ്നൻസിയുടെ കാര്യം എവിടെയും പറയരുത്, നിങ്ങൾ ഇനി ഭാവിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നമാവും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് നിർത്ത്, മറിച്ചതാണ്, നിങ്ങളൊന്ന് യോജിച്ച് പോകാൻ നോക്ക്, വെറുതെ ലാസ്റ്റ് റിഗ്രറ്റ് വരും പറയുന്ന കാര്യത്തിന്. അത് കൂടാണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്ന ഒരു കാര്യം, അതായത് ഈ പ്രഗ്നൻസി എന്നൊക്കെ ഉള്ള ഒരു കാര്യം അത്രയും ഒരാളെ ടച്ച് ചെയ്ത ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ എനിക്ക് പറയേണ്ട അറിയില്ല. അത്രയും ടച്ച് ചെയ്തെങ്കിൽ ഫസ്മിന ആ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഇതിനകത്ത് ടച്ച് ചെയ്ത കാര്യങ്ങളല്ലേ ആദ്യം പറയുക. അല്ലാതെ ഇതെല്ലാം സ്ക്രിപ്റ്റ് പോലെ എഴുതി വെച്ചിട്ട് ഏറ്റവും അവസാനമാണോ ഇതൊക്കെ ടച്ച് ചെയ്ത കാര്യങ്ങൾ പറയുന്നത്? ഈ വീഡിയോ ഫസ്മിനെ തന്നെ ഇരുന്ന് ഈ ഇട്ടേക്കുന്ന വീഡിയോ ഒന്ന് സ്വന്തമായിട്ട് ഇരുന്ന് കണ്ടു നോക്കണം എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നതെന്നുള്ളത്.
അല്ലെങ്കിൽ ഇപ്പം ഇതിനെപ്പറ്റി മനസ്സിലാവുന്നില്ല. മുമ്പ് പണ്ടത്തെ ഫസ്മിനായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിൽ സംഭവിച്ചേക്കുന്ന ഫസ്മിനയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ ഇന്ന് ഫസ്മിനയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ ഇന്നിട്ടേക്കുന്ന ഈ വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഫസ്മിൻ ഇത് തിരിഞ്ഞു നോക്കി ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഫസ്മിനയ്ക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ആ വീഡിയോക്കകത്ത് വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെയായിരുന്നു ഞാൻ സംസാരിക്കേണ്ടിയിരുന്നത്, എൻ്റെ ലൈഫിൽ ടച്ച് ചെയ്ത കാര്യമാണെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ ഓർഡർ ആയിട്ട് അവൻ്റെ ഇന്റർവ്യൂവിനനുസരിച്ചാണോ പറഞ്ഞത് എന്നൊക്കെ ഫസ്മിനെ ആലോചിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ 2 weeks പ്രഗ്നന്റ് ആവില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരം. അതുപോലെ ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, ആ പച്ച കളത്തിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നടന്ന സംഭവം ഞാൻ പറയാം. November 12th ഞങ്ങൾ റിലേഷൻ ആയത്. November 12th റിലേഷൻ ഒരുമിച്ച് താമസിച്ചെന്ന് ഇവൻ ഇപ്പം ഈ ക്ലിപ്പിൽ സമ്മതിക്കുന്നുണ്ട്. ഇവൻ ഇത്ര നാൾ ഒരുമിച്ച് താമസിച്ചെന്ന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. നിന്റെ വായി തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കുട്ട. സോ ഒരുമിച്ച് താമസിച്ചു. November 12th തൊട്ടിട്ട് നമ്മൾ ഒരുമിച്ചാണ്. November, December, January, February ആണ് നിക്കാഹ്. 3 മാസം നമ്മൾ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. സോ കാമായിട്ട് സംസാരിക്കാം. സോ November, December, January 3 മാസം ഒരുമിച്ച് നിന്ന് January നമ്മൾ കോഴിക്കോടാണ് ഇതിന് പോയത് ന്യൂ ഇയർ ആഘോഷിക്കാൻ കോഴിക്കോട് പോയി. അപ്പൊ എനിക്ക് എന്തോ ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ്. എനിക്ക് എന്തോ അവിടെ ഇവിടെ ഒരു മിസ്സിംഗ് അങ്ങനെ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. ബിക്കോസ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഒരുമാതിരി എന്തോ ബോഡി മൊത്തത്തിൽ തളർച്ച. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു പറഞ്ഞു. January 1 നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി ന്യൂ ഇയർ ഇതെല്ലാം ആഘോഷിച്ച് വടക്കം പൊട്ടിക്കുന്നൊക്കെ കണ്ട സന്തോഷത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. റൂമിലെത്തിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, പോസിറ്റീവ് ആയിരുന്നപ്പോഴത്തേക്കും ഹി വാസ് വെരി ഹാപ്പി. ഒന്നോ ഞാൻ വാപ്പ ആവാൻ പോകുന്നത്, ഞാൻ അതാവാൻ പോകുന്നത്, ഇതാവാൻ പോകുന്നത്, ഭയങ്കര മാനിപ്പുലേഷൻ. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രം മൈ സൈഡ് ഐ വാസ് സ്റ്റക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് വീട്ടിൽ പറയാൻ അറിയത്തില്ല. ബിക്കോസ് നെക്സ്റ്റ് മന്ത് നിക്കാഹ് ഉറപ്പിച്ച് വെച്ചേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ല. എന്റെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണ്. കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി, ഞാൻ എവിടെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറ്റിപ്പോയി. എന്നിരുന്നാലും ഐ വാസ് ഓക്കെ. ബിക്കോസ് ആ ആൾ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിക്കാഹ് കഴിക്കുന്ന ആൾ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് 1 month ഡിഫറൻസ്. ആ ആൾ തന്നെ നിക്കാഹ് കഴിക്കുന്ന ആളുടെ തന്നെ കുട്ടിയാണല്ലോ. അപ്പൊ പിന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഐ വാസ് ഓക്കെ. ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്തു. വീട്ടിൽ പറഞ്ഞ് എങ്ങനെയും സംസാരിച്ച് സമ്മതിപ്പിക്കാന്നൊക്കെ ഓർത്തു. ആൻഡ് ഹി വാസ് ലൈക്ക് നമുക്കിത് കളയണ്ട, നമുക്ക് ഇതാക്കണ്ട. ഞാൻ ആദ്യം അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇല്ലല്ലോ നീ ഓക്കെ ആണോ. എനിക്ക് വാസ് ലൈക്ക് ഞാൻ ഓക്കെ ആണ്, ഐ എം ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞ് കണ്ണിനൊക്കെ വെള്ളം വരുന്ന പോലെ അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തു. ഇനി ഹോസ്പിറ്റലിന്റെ കാര്യം പറയുന്നുണ്ട്. ഇവർ ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് പോയിട്ട് ഈ അബോട്ട് ചെയ്യാനെ കൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ആർക്ക് വേണേൽ വിളിച്ച് ചോദിക്കാം റസ്മിന മുഹമ്മദ് സെബിൽ വന്നിട്ടുണ്ടോന്ന്. നമ്മൾ രണ്ടുപേരും പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടുപേരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ആർക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുത്ത് നമ്പർ എടുത്ത് വിളിച്ച് ചോദിച്ചു നോക്കാം. കൊക്കോരി ഹോസ്പിറ്റൽ കോഴിക്കോട്. എന്നാൽ പിന്നെ ഫസ്മിന നേരത്തെ ഒരു സ്റ്റോറി ഇട്ടാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് പോയിട്ട് അബോട്ട് ചെയ്തത്, ഇവിടെ പോയിട്ട് എല്ലാവർക്കും പറഞ്ഞാൽ മതി എന്നുള്ള നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഫസ്മിനക്ക് ഈ ഒരു അബോഷൻ ഇവൻ ഈ ഒരു കാര്യം പറഞ്ഞതിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ഉമ്മ പറഞ്ഞതിൻ്റെ ഈ ഒരു കാര്യമായിട്ട് ഫസ്മിന അത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെ അവതരിപ്പിക്കാനായിരുന്നുണ്ടെങ്കിൽ നേരത്തെ ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെയാണെങ്കിൽ ഫസ്മിനയ്ക്ക് ഇത് തുറന്ന് സംസാരിക്കാൻ ഫസ്മിന തയ്യാറായിരുന്നു, ഇതൊക്കെ പറയാനൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടാമത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത്രയും താമസിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം വീഡിയോ ഇടുന്നു പറഞ്ഞ് ഇത്രയും ആൾക്കാരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത് പറയാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കാനാണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടാൽ മതിയായിരുന്നല്ലോ ഫസ്മിന, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നല്ലോ, ആൾക്കാരെ വിളിച്ച് ചോദിക്കുമായിരുന്നല്ലോ. ഫസ്മിനയുടെ ഭാഗത്തു നിന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പം നേരെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കാനാണ്. എന്നാൽ പിന്നെ ഫസ്മിനയുടെ അടുത്ത് ഈ വീഡിയോ കാണാൻ വരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ അസ്മിനായിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് ഇതാക്കാൻ വേണ്ടി ഇവള് പ്രഗ്നൻസി വരെ ഫേക്ക് ചെയ്തു അവന് വേണ്ടിയിട്ട്. ഇവർക്ക് ഒന്നാണോ ഇല്ലെന്നൊക്കെ. ഐ വാസ് റിയലി പ്രഗ്നന്റ്. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇവനോട് ഇത് പറയുകയും ചെയ്തു. എടാ നമുക്ക് സത്യം പറയാം, പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയാൻ വന്നപ്പോൾ ഇവനാണ് പറഞ്ഞത്. അതിപ്പോ പറയണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യും. ഇപ്പൊ നീ പറഞ്ഞാൽ അത് ഇതിലും വലിയ പ്രശ്നമാവും. അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ മറന്നോളും, ഫെയ്ഡ് ആയിക്കോളും. നീ ഒന്ന് മനസ്സിലാക്കുക, കുറച്ച് ബുദ്ധിയായിട്ട് ചിന്തിക്കുക, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് ആ ഹേറ്റ് മൊത്തം ഞാൻ എടുത്തു കൂട്ടി. എന്നിട്ട് ഞാൻ ഒരാളോടും നോട്ട് ഇവൻ സിംഗിൾ പേഴ്സൺ ഞാൻ പറയാൻ പറ്റില്ല. എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് പോലും, ലിറ്ററലി എന്റെ വാപ്പായും എന്റെ ഉമ്മായും ചോദിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞെന്തറിയോ, ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞത്. അത്രയും ഞാൻ ഇവന്റെ വാക്കിന് വില കൊടുത്ത് നിന്ന ഒരാളാണ്. ആൻഡ് ഐ ഗോട്ട് ദിസ്. അതുപോലെ ഇന്നലകളിൽ ഫസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആയപ്പോൾ ഫസ്മിനയുടെ ഭാഗത്ത് എവിടേക്കോ ന്യായങ്ങളെന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു കൂട്ടം ഓഡിയൻസ് തൊട്ടിപ്പുറത്തുണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഫസ്മിന ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ സ്കാനിംഗ് റിപ്പോർട്ട്സ് ഇവിടെ വെച്ചാൽ ഇപ്പം ഡിവോഴ്സിന്റെ കാര്യം മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കോർട്ടിന്റെ ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കോർട്ടിന്റെ ഇത് വഴിയായിരിക്കും ഈ പ്രഗ്നൻസിയുടെ കാര്യം കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ആ സ്കാനിംഗ് റിപ്പോർട്ട്സ് കാണിച്ചു തരാം. 3 ആഴ്ചയായിട്ടുള്ളൂ. January 1 3 ആഴ്ചയായിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഹിസ് കിഡ്. ഓക്കെ, ഐ സ്വെയർ ഓൺ മൈ ഡാഡ് ആൻഡ് മോം. കാരണം അതിന് മുന്നേ 5 മാസമായിട്ട് എനിക്ക് വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിലെനിക്ക് എന്തെങ്കിലും കള്ളം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഉപ്പായും ഉമ്മായും മരിച്ചോട്ടെ, അത് അവന്റെ കുട്ടിയാണെന്ന് എനിക്ക് അത്രയും ഉറപ്പാണ്. ഇത്രയും ഗതികെട്ട അവസ്ഥ ഒരാൾക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്വന്തം കുട്ടീനെ വരെ ഹസ്ബൻഡിന്റെ ആയിരുന്നെന്ന് ബോധിപ്പിക്കേണ്ട ഒരു ഇത്. ഫസ്മിന അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഫസ്മിന അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ഫസ്മിനെ പറ്റിയിട്ട് അവനൊരു കാര്യം ഇങ്ങോട്ട് പറയുന്നു, ഫസ്മിനയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അവൻ പറയുമ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി ഫസ്മിന കൊടുക്കണ്ടേ?
ഇപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫസ്മിനെ മുമ്പത്തെ ഒരുമിച്ചുള്ള റീല് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റീൽ വീസസ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഫസ്മിന്. അന്ന് നിങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ ഹാപ്പി ആയിരുന്നപ്പോൾ നിങ്ങൾ എടുത്ത വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഈ റീല് കാണിച്ചിട്ടാണ്. ഈ റീൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കാതിരിക്കാൻ ഈ കാണുന്ന ഓഡിയൻസ് അത്ര പൊട്ടന്മാരൊന്നുമല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം ഞാനാണെങ്കിലും ഫസ്മിനയുടെ ഈ കാര്യത്തിലാണെങ്കിലും പിന്നെ ഇപ്പം കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എനിക്കറിയാം പല ആളുകളും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ഒരു സത്താൻ 320 ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് ഓരോ വിഷയങ്ങളിൽ. അപ്പോൾ അതിൽ നിന്ന് ആ രീതിയിലോട്ട് അങ്ങനെ അവൻ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓഡിയൻസിനാണെങ്കിലും തോന്നും. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കകത്താണെങ്കിലും ഞാൻ അങ്ങനെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിച്ച പോലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഇവിടെ ഇത് പറയുന്നത് നമ്മൾ ആ രീതിയിലുള്ള ആ ഒരാളുടെ അടുത്ത് നിന്നിട്ട് പോലും ഇങ്ങനെ ലിറ്ററലി എല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന ഈ ഒരു സംഭവങ്ങൾ കാണിക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഫസ്മിനയുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അത് ഫസ്മിനയുടെ കാര്യം അങ്ങനെ ആയിരിക്കും ഫസ്മിന വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് എന്നെ കാണാനെ കൊണ്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ വരുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരുടെ അടുത്ത് എനിക്ക് കാണിക്കേണ്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഫസ്മിന നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്നും പറയും, ഇതുപോലെ മോശം കണ്ടു കഴിഞ്ഞാൽ മോശമാണെന്നും പറയും. ഫസ്മിന ഈ ഡയറിയുടെ കാര്യം ഇത് തുറന്ന് പറയും. ആരാണ് ജെ, എന്താണ് ഈ ഡയറി പറഞ്ഞേക്കുന്ന ബാക്കി കാര്യങ്ങൾ, ജോയിൻ്റെ കാര്യം ഇപ്പം നിലവിലുള്ളത്, അവൻ അനുഭവിച്ചു എന്ന് പറഞ്ഞേക്കുന്ന കുറേ സംഭവമുണ്ട്. ഇതല്ലാതെ ഞാൻ അറിഞ്ഞേക്കുന്ന വേറെ കുറച്ച് സംഭവങ്ങൾ അത് മുമ്പ് ഞാൻ പല വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി അടുത്ത വീഡിയോയിലെങ്കിലും കൊടുക്കുന്നുള്ളത് വിചാരിക്കുന്നു. അന്നേരം ഇതുപോലെ ഇനി അടുത്തൊരു ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നു ഫസ്മിന ഇതുപോലെ തത്തി കളിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പറയുന്ന ആൾക്കാർ ഇന്ന് കുറച്ച് ആൾക്കാരെങ്കിലും ഫസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നാളെ അത് ബിഗ് സീറോ ആയിട്ട് മാറും. ഓക്കെ, ആ സമയത്ത് കിടന്നിട്ട് ഇതുപോലെ സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ്, ഡിപ്രഷൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ആരും മൈൻഡ് പോലും ചെയ്യില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.